നമസ്കാരം. മലൈക്കോട്ടെ വാലിബൻ സിനിമ ഞാനും കണ്ടിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയെ പറ്റിയിട്ട് രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻ വരുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അശ്വന്ത് കോക്കും അതുപോലെ തന്നെ ആറട്ടണ്ണൻ ഇവരൊക്കെ വന്നിട്ട് പടത്തെ പറ്റിയിട്ട് നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ചെയ്താൻ പറഞ്ഞ അവസ്ഥയാണ് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ സംഭവിക്കാൻ പോകുന്നത്. മലം കൊട്ട വളിവൻ പടം പൊളിയോ 100% ഉറപ്പിക്കാൻ പറയണം. അപ്ഡേറ്റ് ആവാതെ രക്ഷയില്ല. ഈ ഇപ്പോഴത്തെ ഓഡിയൻസ് പരസ്യം മനസ്സിലാക്കണം. പടം ഓടാൻ പോകുന്നില്ല. അത് ടീച്ചർ കണ്ടാലും പാട്ട് കണ്ടാലും ട്രെയിലർ കണ്ടാലും മനസ്സിലാവും. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് മോശമാണ് എന്ന മുൻവിധിയോട് കൂടി അതിനെ നോക്കിക്കാണുന്നതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. നമ്മൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാമല്ലോ. അത് മറ്റുള്ളവരെ മേൽ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയറിലെടുത്തിട്ടുള്ള വെച്ചിട്ട്. ഇപ്പോൾ ആറാട്ടണ്ണൻ എന്ന വ്യക്തി അദ്ദേഹം സിനിമയെ നോക്കി കാണുന്നത് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. അതുപോലെ തന്നെ അശ്വന്ത് കോക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ മോഹൻലാൽ എന്നൊരു നടന്റെ ആ ഒരു ഹീറോയിസം എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്കാണ് എനിക്ക് തോന്നുന്നു ഡിസപ്പോയിന്റഡ് ആകുന്നത്. പക്ഷെ ഒരു നല്ലൊരു സിനിമ കാണണം, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവി തന്നെയാണത്. സെറ്റാണ്, പടം അടിപൊളിയാണ്. സെക്കൻഡ് പാട്ടുണ്ടാവും, ടേക്കിംഗ് കൊള്ളാം. ഇടയ്ക്ക് എന്തോ ലാഗ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല പടം. ഇവർ ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലെ ഒരു അമർ ചിത്രകഥ പോലെ കാണാൻ പറ്റിയ നല്ല പടം. പർട്ടിക്കുലർ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ലാലേട്ടനൊക്കെ ഇതിൽ പറയുന്ന പോലെ ഒരു മുത്തശ്ശിക്കഥ കാണുന്ന പോലെ അതിനെ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് എല്ലാം നല്ല രസമാണ് കാണാൻ. വെറൈറ്റി ഫിലിമായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ ഫ്രെയിം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫ്രെയിം ഒക്കെയാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. എനിക്ക് എന്തായാലും കണക്ട് ആയി. നല്ല അടിപൊളി സിനിമയായിരുന്നു. നമ്മൾ ഒരുപാട് പ്രതീക്ഷയേറിയവർക്ക് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഭാവിയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ഒരു നമ്മുടെ ഇൻഡസ്ട്രീനെ കൊണ്ടുപോയേക്കുന്ന തരത്തിലുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നു. ഒരു LJP മൂവിക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ കാണണം, എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഇതൊരു മുത്തശ്ശിക്കഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരിടത്തിൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ആവണമെന്നില്ല മറ്റൊരാൾക്ക്. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ളൊരു രീതിയിൽ ഈ റിവ്യൂസിനൊന്നും ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് ഒരു സിനിമ കണ്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നതല്ല. അതിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. പോസിറ്റീവ് റിവ്യൂസൊക്കെ ഉണ്ടായിട്ട് തന്നെയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒട്ടനേക സിനിമകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ റിവ്യൂസ് ഒന്നുമില്ലാതെ പരസ്യങ്ങളൊന്നുമില്ലാതെ വിജയിച്ച ചിത്രങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പടം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണും. എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കൂ പടം മോശമാണോ നല്ലതാണോ എന്ന്.